ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നറിയോ? നമ്മൾ എന്തായാലും കവിതാരചന നടത്തിയായിരുന്നല്ലോ. പറ. നമ്മുടെ കവിതാരചന നടത്തി വിന്നർമാർക്ക് പേയ്മെന്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അതിൽ നമുക്ക് ഒരാളുടെ മാത്രം നമ്പർ കിട്ടിയിട്ടില്ല കേട്ടോ. അത് നമ്മുടെ രാജീവ് പ്രകാശ് എന്ന് പറയുന്ന ആളുടെ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. അതല്ലാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ യൂട്യൂബിൽ നമുക്ക് വിന്നറായിട്ട് കിട്ടിയത് രാജീവ് പ്രകാശിനെ ആയിരുന്നു. ആ രാജീവ് പ്രകാശിന് മെസ്സേജ് കണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ മെസ്സേജ് ഉണ്ട്. നമ്പർ ഞങ്ങൾ ചോദിച്ചായിരുന്നു. പക്ഷെ ഒന്നെങ്കിൽ ഇൻസ്റ്റ വഴിയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം വെച്ചാൽ നമ്പർ യൂട്യൂബിൽ തരാൻ പറ്റുന്നത്. പക്ഷെ ഇതേവരെ ഒന്നും തന്നിട്ടില്ല. നമ്പർ കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പൈസ നമ്മൾ ഇട്ട് കൊടുത്തന്നെ, രാജീവ് പ്രകാശിന്റെ. ഇപ്പം നമ്മളാണെങ്കിൽ ശ്രാവന്തികയുടെ പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ശ്രാവന്തിയുടെ പേയ്മെന്റ് സെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കവിത ഇട്ടിട്ട് നമുക്ക് വിന്നറായിട്ട് കിട്ടിയതാണ് നമ്മുടെ ശ്രാവന്തികയെ. അപ്പോൾ ശ്രാവന്തിക അരുൺ എന്നാണ് പുള്ളിക്കാരിയുടെ മുഴുവനായിട്ടുള്ള പേര്. പുള്ളിക്കാരി ഒരു കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചലഞ്ചിൽ ആദ്യത്തെ ചലഞ്ചിൽ ആദ്യത്തെ ഗിഫ്റ്റ് ആദ്യത്തെ ഗിഫ്റ്റ് അതല്ല, ഞങ്ങൾ ഇങ്ങനൊരു ചലഞ്ച് നടത്തിയതും നിങ്ങളൊക്കെ എന്തായാലും പങ്കെടുത്തില്ല. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചലഞ്ച് വിജയിപ്പിച്ച് നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി. സത്യത്തിൽ അതാണ് നിങ്ങളുള്ളതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞാൻ നമ്മുടെ ശ്രാവന്തികയ്ക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്. പിന്നെ പാസ്വേഡ് ഒക്കെ നോക്കി വെച്ചോ, നമുക്ക് ഹാക്ക് ചെയ്യാം. പേയ്മെന്റ് ആണ് ശ്രാവന്തികാരന് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ രാജീവ് പ്രകാശ് ഇല്ലേ, രാജീവ് പ്രകാശ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇൻസ്റ്റ വഴി, ബിനോയുടെ ഇൻസ്റ്റ വഴി ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ഒരു എന്തോന്നാൻ കഴിയും. കാരണം വെച്ചാൽ വിന്നറെ സെലക്ട് ചെയ്തത് എല്ലാവരും അറിഞ്ഞ കാര്യം. ആ പുള്ളിക്ക് പേയ്മെന്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്ന മോശം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാത്തോളം നമ്പർ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇട്ട് തന്നെ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കത്തില്ല. അഡ്രസ് എങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പലരും പല പേരിലും പല ഐഡിയിലും ഒക്കെ ഇല്ല അക്കൗണ്ട് എടുക്കുന്നത്. അതാ ഒന്നാമത്തെ പ്രശ്നം. രാജീവ് പ്രകാശെ, കിട്ടിയ സമ്മാനം കളയല്ലേ. തരാൻ ഞങ്ങള് എന്താ പറയുന്നത്, ഉത്സാഹകുലരായിട്ട് നിൽക്കുകയാണ്. നാക്കൊടിക്കാത്തോണ്ട് കാര്യാക്കണ്ട, ഉത്സാഹത്തിലാണ്. ഉത്സാഹകുലരായിട്ട് ഉത്സാഹകുലരി. അപ്പോൾ രാജീവ് പ്രകാശെ എത്രയും വേഗം നമ്മളെ കോൺടാക്ട് ചെയ്യാം. രാജീവ് പ്രകാശ് എത്രയും വേഗം വന്ന് സമ്മാനങ്ങൾ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഡ്രസ്സ് നമ്മൾ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇന്ന് ഇൻസ്റ്റ വഴി പേയ്മെന്റ് സെൻഡ് ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ ഇതുമായിട്ട് ചാനലുമായിട്ട് പോകത്തില്ല. നമുക്ക് അങ്ങനെ വേറെ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് വിന്നറെ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതെ, അതായത് രാജീവ് പ്രകാശ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുട്ടികളാണോ അയച്ചത് ആരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നല്ല കവിതയായിരുന്നു. നല്ല കവിതയായിരുന്നു. പിന്നെ കവിത പിൻ ചെയ്യണം കേട്ടോ ഇതിനകത്ത്, കേട്ടോ. കവിത ഇതിനകത്ത് പിൻ ചെയ്യും കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത നോക്കി എടുക്കുകയാണെങ്കിൽ ചിലപ്പോഴാണെങ്കിൽ ഒരുപാട് ഒരു കമന്റ് ഇടുന്നുണ്ടായിരുന്നു. നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടെ വായിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് നമുക്ക് കൊള്ളാവുന്ന കവിത ഒരെണ്ണമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതിനകത്ത് കുറേ ഉണ്ട് എല്ലാവർക്കും നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് നറുക്കിട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവിതകൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ നറുക്കിട്ടിയപ്പം ആ നറുക്കിനകത്ത് എന്തായാലും വീഴുമല്ലോ ഒരാൾ, ഒരു ഭാഗ്യമുള്ള ഒരു വ്യക്തിയുടെ പേര് വീഴുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നറുക്കിട്ടത്. സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് മോശമായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ വായിച്ചു നോക്കി ചെയ്യുന്നത്. ഇപ്പൊ ഉള്ളത് വായിച്ചു നോക്കിയാൽ കുറെ നമുക്ക് നല്ലത് തോന്നി. എല്ലാവരും ഇട്ടത് എല്ലാം ഇട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് വിന്നത്. കാരണം വെച്ചാൽ അതാണ് ഭാഗ്യ പരീക്ഷണം നമുക്ക്. അല്ല, നമ്മളിപ്പം ഒരുപാട് പേര് നല്ല കവിത ഇട്ടു. അപ്പം നമ്മൾ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത വായിച്ചു നോക്കിയിട്ട് അയാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മളൊരു പക്ഷാഭേദം പോലെ ആയിപ്പോയി. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കവിതകളും എടുത്ത് നമ്മളാണ് നറുക്കിട്ടു. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിന്നറെ നമ്മൾ പറയുമ്പോൾ അത് നമുക്കും സന്തോഷമാണ്, കാണുന്ന നിങ്ങൾക്കും സന്തോഷമാണ്. ഇനിയും നമ്മൾ ഇതുപോലുള്ള ഒരുപാട് പുതിയ ചാലഞ്ചുകളൊക്കെ വരുന്നതായിരിക്കും. ഇതിനേക്കാൾ നല്ല നമുക്കൊരു ഗീവ് അവേ ഒക്കെ വെക്കാം. ഞങ്ങളൊരു ഗീവ് അവേ അടുത്ത് തന്നെ എന്തായാലും ഞങ്ങളൊരു ഗീവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൂടുതലും പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജായ കേരള ബ്രദേഴ്സിൽ നിന്നാണ് ഞങ്ങൾ ആ ഒരു ചലഞ്ചിങ് വീഡിയോ, അതായത് ഒരു ഗീവ് അവേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കേരള ബ്രദേഴ്സ് ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കാരണം ഗീവ് അവേയുടെ ഇൻസ്റ്റ വഴിയായിരിക്കും വരുന്നത് കേട്ടോ. ഗീവ് അവേ നമ്മൾ യൂട്യൂബ് വഴിയല്ല, ഇൻസ്റ്റഗ്രാം വഴി. ചലഞ്ച് ഒക്കെ ആയിരിക്കും നമ്മൾ യൂട്യൂബ് വഴി വരുന്നത്. ഇതുപോലുള്ള ചലഞ്ച് എല്ലാം നമ്മൾ യൂട്യൂബ് വഴിയേ ചെയ്യത്തുള്ളൂ. അല്ല, ഗീവ് അവേയുടെ എന്തെങ്കിലും ഇൻസ്റ്റ വഴി നമ്മൾ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കുക. കേരള ബ്രദേഴ്സ് എന്ന് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിന്റെ പേജ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഒപ്പം ഇതുപോലുള്ള ഇനിയും വെറൈറ്റി ചലഞ്ചിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഞങ്ങൾക്കും അതൊരു പ്രോത്സാഹനമാണ്. ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ആവേശം കൂടണം. അതെ, അതുപോലെ ഞങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ
ഈ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയാ. ആ സാധനം വന്നു കഴിയുമ്പോൾ നമ്മുടെ വരുമ്പോ നമുക്കൊരു സന്തോഷമാ, വന്നോ. അത് അതിനെക്കാട്ടും സ്പീഡിലാണ് പോകുന്നത്. ക്യാമറ ആടുന്നില്ല, സ്റ്റാൻഡ് എടുത്തോണ്ടില്ല, കൈ വയ്ക്കുന്നു പിടിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നാസിം വിട പറയുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ, ബൈ.